ഓൺലി ട്രിപ്പ് പോവുകയാണേ. ഞാനും കുട്ടികളും നാത്തൂനും അവളുടെ മോളും കൂടിയാണ് പോകുന്നത്. ഞങ്ങൾ പോകുന്നത് കുമരകത്തേക്കാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പോകുന്ന വഴിക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടൊരു ഹോട്ടലിൽ കയറി. ഞങ്ങൾക്ക് ഉച്ചയ്ക്കാണ് അവിടെ ചെക്കിൻ പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് കുമരകത്തുള്ള ഗോകുലം ഗ്രാൻഡ് റിസോർട്ടിലാണ്. ഇന്നൊരു ദിവസം നമ്മളവിടെ സ്റ്റേ ഉണ്ടാവും. പിറ്റേ ദിവസം തിരിച്ചു പോരാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ ഗോകുലത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ചെക്കിങ്ങിൻ്റെ സമയമാകുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി. അപ്പോൾ ഞങ്ങൾ പിന്നെ കുറച്ച് നേരം റിസപ്ഷനിൽ റൂം റെഡി ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. റിസപ്ഷൻ്റെ സൈഡിലായിട്ട് വിശാലമായ വെയിറ്റിംഗ് ഏരിയ ഉണ്ട്. വളരെ മനോഹരമാണ് ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ. നമ്മളവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു മെനു ചാർട്ട് കിട്ടി. ഏതൊക്കെ സമയത്ത് നമുക്ക് എന്തെല്ലാം ഫെസിലിറ്റീസ് ഉപയോഗിക്കാമെന്നുള്ളത്. കൂടാതെ അവരതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരികയും ചെയ്തു. ഗെയിംസ് ഓൺ സെൻ്ററിലാണെങ്കിൽ എ സി ഉണ്ടാവും. അവിടെ കുട്ടികൾക്ക് സ്പെൻഡ് ചെയ്യാം. ടോട്ടൽ പ്രോപ്പർട്ടി ഒരു ജസ്റ്റ് ബ്രീഫ് ചെയ്യാം മാഡം. നമുക്ക് ഇൻവെൻ്ററി മൊത്തം 69 റൂംസാണ്. 12.5 ഏക്കർ ലാൻഡിൽ നമുക്ക് ലൈക്ക് 7 ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് റൂംസാണ് ഉള്ളത്. അപ്പോൾ മാമിൻ്റെ ഡേ ആക്ടിവിറ്റി മാം പ്ലാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ യൂഷ്വലി നമുക്ക് ഡേ ഹ്യൂമിഡിറ്റി കുറച്ച് ഹൈ ആയതുകൊണ്ട് ബെറ്റർ ചിൽഡ്രൻസിന് ഈവനിങ് ടൈമിലായിരിക്കും കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ എളുപ്പം മാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ റൂമിലേക്ക് ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം മാമിനോർക്ക് ലഞ്ച് കഴിക്കണമെങ്കിൽ ആ കാണുന്നതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്, ഗ്രീക്ക് റെസ്റ്റോറൻറ്റ് മാം. 12:30 to 3:30 ആണ് ലഞ്ചിൻ്റെ ടൈമിംഗ്. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ടൈം വരുന്നത് 7:30 to 10:30. ഡിന്നറും 7:30 to 10:30 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടൈമിങ്സ് ജസ്റ്റ് ഈ ബ്രോഷറിൽ ഈ ബാക്ക് സൈഡിൽ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. മാമിനെ ലഞ്ച് കഴിച്ചിട്ട് റൂമിനുള്ളിൽ തന്നെ സ്പെൻഡ് ചെയ്യാം കുറച്ച് ടൈം. പിന്നെ ഒരു 3 അല്ലെങ്കിൽ ഒരു 4 o'clock ആകുമ്പോഴത്തേക്കും നമുക്ക് ലേക്ക് സൈഡിൽ പോയിട്ട് ജസ്റ്റ് പ്രോപ്പർട്ടി ഷോറൂമിലേക്ക്. അപ്പോൾ ഒരു 4 to 5 o'clock ലേക്ക് സൈഡിൽ നമുക്ക് ടീ കോഫി സെഷൻ ഉണ്ട്. അത് 1 hour ടീ കോഫി സെഷനാണ്. ടീ കോഫി കഴിയുമ്പോൾ 5 to 6 നമുക്ക് 1 മണിക്കൂർ ബോട്ട് റൈഡ് ഉണ്ട്, ഷിക്കാര ബോട്ട് റൈഡ്. നമ്മൾ 6 o'clock തിരിച്ചു വരും. ബൈ അറൗണ്ട് 6:30 കുക്കിംഗ് ക്ലാസ് ഡെമോൺസ്ട്രേഷൻ ഉണ്ട് റെസ്റ്റോറൻറ്റിൽ. ഹാഫ് ആൻ അവർ പ്രോഗ്രാം കേരള വെജിറ്റേറിയൻ ഓർ നോൺ വെജിറ്റേറിയൻ കുസിൻ പ്രിപ്പറേഷൻ ആയിരിക്കും. ദെൻ ബൈ അറൗണ്ട് 7:30 ഓൺവേഡ്സിൽ മാമിൻ്റെ ഡിന്നർ സ്റ്റാർട്ട് ചെയ്യും. അതിന് മുമ്പായിട്ട് ഈ കാണുന്ന ആംഫി തിയേറ്ററിൽ 7:30 to 8 o'clock ഇന്ന് മോഹിനിയാട്ടം ഡാൻസ് പെർഫോമൻസ് ഉണ്ട്, ഹാഫ് ആൻ അവർ ഷോ. ഓക്കെ, പിന്നെ അതല്ലാതെ ഇൻ ഹൗസ് ആക്ടിവിറ്റീസ് എന്ന് പറയാൻ ആ കാണുന്ന ബിഗ് ബിൽഡിംഗ് ആണ് ഞങ്ങളുടെ ആക്ടിവിറ്റീസ് സെൻറ്റർ. ഗെയിംസ് ഉണ്ടാകും, ഇൻഡോർ ഗെയിംസിൻ്റെ. അവിടെ ടേബിൾ ടെന്നീസ്, ക്യാരംസ്, ചെസ്സ്, ബില്ലിയാർഡ്സ്, ഫുട്ബോൾ, ഇങ്ങനെ 5 ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസാണ്. മോർണിംഗ് ടു ഈവനിങ് ഓപ്പറേഷണലാണ്. തൊട്ട് ഫ്രണ്ടിലാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂൾ സൈഡ് വരുന്നത്. സ്വിമ്മിംഗ് പൂൾ ലൈക്ക് മോർണിംഗ് 8 to ഈവനിങ് 8 o'clock ആണ് ഓപ്പറേഷണൽ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ പൂൾ ടവൽസും വാഷ് ആൻഡ് ചേഞ്ച് ഫെസിലിറ്റി ഉണ്ട് സ്വിമ്മിംഗ് പൂൾ. പിന്നെ നമുക്ക് ഒരു ജിം ഫെസിലിറ്റി ഉണ്ട്. 7 to 8 ആണ് ഓപ്പറേഷണൽ ടൈമിംഗ്. അതിൽ നമുക്ക് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ വാട്ടർ കണ്ടന്റ് ഏരിയ ലൈക്ക് മാൻ മെയ്ഡ് ലഗൂൺ. ആ ലഗൂണിൽ ശരിക്കും പെഡൽ ബോട്ടിങ്, പാക്കിംഗ്, ബാംബു റാഫ്റ്റിംഗ്, കൺട്രി കനോയിങ് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ട്. അത് മോർണിംഗ് അറൗണ്ട് 8 o'clock തൊട്ടിട്ട് ഈവനിങ് അറൗണ്ട് ലൈക്ക് ഒരു 6:30 വരെയാണ് അതിൻ്റെ ടൈമിങ് വരുന്നത്. ഇതൊരു ലേക്ക് സൈഡ് റിസോർട്ടാണ്. നല്ല പച്ചപ്പും ഹരിതാഭയാണ് ഇവിടെ നോക്കിയാലും.
ഒരു ഈവനിങ്ങിലും മോർണിംഗിലും നമ്മൾ ഫീഡ് ചെയ്യും. ജസ്റ്റ് വന്ന് നമ്മൾ ഫിഷ് റിസപ്ഷൻ ഏരിയയിൽ ഈ ഫിഷിനെയൊക്കെ നമുക്ക് വൈകുന്നേരം ഫീഡ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഇലക്ട്രിക് ബഗ്ഗിൽ കയറ്റി ഞങ്ങളെ ആ റിസോർട്ട് ഫുൾ അവർ ചുറ്റിക്കറങ്ങി കാണിച്ചു. നല്ല രസമുണ്ടായിരുന്നു ആ കാഴ്ചകളൊക്കെ. ആ സമയത്ത് റിസോർട്ടിലെ ഓരോ ഏരിയയിലും എന്തൊക്കെയുണ്ടെന്ന് അവർ ഞങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തന്നു. പുതിയ വരുന്നുണ്ടോ? കാറ്റഗറി റൂംസാണ്. മിയാൻഡ് പൂൾ എന്ന് പറയുന്നത് 10 റൂംസ് ഇൻഡിവിജ്വൽ പൂളായിട്ടുള്ള ഒരു കാറ്റഗറിയാണ്. പ്രൈവറ്റ് പൂൾ. പക്ഷേ കോമൺ ഇതായിട്ട് 10 റൂമിന് കൂടെ വലിയൊരു ഇതൊക്കെ എപ്പോഴും ഓക്യുപ്പൈഡ് ആയിരിക്കുന്നത് ഫുള്ളാണ്. ആണല്ലേ? എല്ലാ സമയവും സീസൺ അങ്ങനെ ഇല്ല. വെഡിങ്ങെല്ലാം കൂടുതൽ ഇവിടെ ആയിരിക്കും. മാൻമേക്കിലേക്ക് പോകണം. ഇവിടെ വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ എവിടെയാണ്? ഈവനിങ് ആകുമ്പോഴേക്കും നല്ല വേവ്സ് ഉണ്ടാവും. ഈവനിങ് നമുക്ക് 3:30 to 5 o'clock വരെയും ഹൈറ്റ് ഉണ്ട്. അതെവിടെയാണ്? ആക്ടിവിറ്റി റൂം അവിടെയാണ്. ഓരോ കാറ്റഗറി റൂംസാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അതിൻ്റെ എന്തിൽ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. ആ അപ്പുറത്തെ 1 സീരീസ് ആണ്. റൂംസ് ബേസ് റൂംസ് ആണ്. ഇത് നമ്മുടെ ആയുർവേദ ആൻഡ് സ്പാ എടുക്കുന്നുണ്ടോ? ഇല്ല. ഞാൻ ബ്യൂട്ടീഷ്യനാണ്. ഞാൻ നമുക്ക് സ്പാ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ഗെയിം സോൺ കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് കോമൺ പൂളാണ്. ഇത് പൂൾ ടൈം എത്ര എപ്പോഴാണ്? 8 തൊട്ട് വരെ. 8 തൊട്ട് അന്നേരം പറഞ്ഞായിരുന്നു. വൈകുന്നേരം വരെ. വൈകിട്ട് ഇവിടെ സ്പെഷ്യാലിറ്റി റെസ്റ്റോറൻറ്റ് അവിടെ. റെസ്റ്റോറൻറ്റ് ടൈമിംഗ് പറഞ്ഞില്ല. പറഞ്ഞു.
ഇപ്പോൾ ഞങ്ങളെ കൊണ്ടുവന്ന് ഡൈനിങ് ഏരിയയിലേക്കാണ്. അതിൻ്റെ സൈഡിലും ഫിഷിനെ ഫീഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. മീനുണ്ടോ? വലിയൊരു അരാപ്പയിലുണ്ട്, 100 above kg വരുന്ന സാധനമാണ്. ഇതാണ് ഡൈനിങ് ഹാള്. ഡൈനിങ് ഹാളിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ധാരാളം കരിമീനൊക്കെ ഉണ്ടായിരുന്നു. ഇത് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകത്തില്ല, നല്ല മുഴുത്ത കരിമീനാണ്. ഇതിനെയൊക്കെ ഈവനിങ് ടൈമിൽ നമുക്ക് വന്ന് ഫീഡ് ചെയ്യാൻ പറ്റും. പിള്ളേരുടെ ഒരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഞങ്ങളുടെ റൂം റെഡി ആയെന്ന് പറഞ്ഞ് ഞങ്ങളെ വന്ന് അവർ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ അവർ പുറകെ എത്തിക്കും. ഇതാണ് ഞങ്ങളുടെ റൂം. അടിപൊളി അടിപൊളി. ബാത്റൂമൊക്കെ ആണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. ബെഡ്റൂമിൽ നിന്ന് വെളിയിലേക്ക് ചെറിയൊരു ബാൽക്കണി ഉണ്ട്. അതും വളരെ മനോഹരമാണ് കാണാനായിട്ട്.
ഫ്രിഡ്ജ് ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളുമുള്ള മനോഹരമായൊരു റൂമായിരുന്നു അത്. ചെന്ന് കുറച്ച് നേരം ഞങ്ങൾ റെസ്റ്റൊക്കെ എടുത്തു. ഇനി വൈകുന്നേരം ഒന്ന് വെളിയിലേക്കൊക്കെ ഇറങ്ങി ബാക്കി കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റു വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബാക്കിയുള്ള വീട്ടിൽ ഇതൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ വല്ല വിലയുണ്ട്. ഇവിടെ കൊണ്ടുവന്ന് 1200 രൂപയ്ക്ക് കഴിക്കുമ്പോഴാണ്